മാധവ, എല്ലാം ഞങ്ങൾ കേട്ടു. വിട്ടേക്ക്. അതൊക്കെ വിട്ടേക്കൂ. പൂജയ്ക്കുള്ള മുഹൂർത്തായി. പൂജ തുടങ്ങണ്ടേ? അച്ഛനും അമ്മയും വല്ലാതെ ടെൻഷനിലാണെന്നറിയാം. അതിന്റെ കാര്യമൊന്നുമില്ല. വന്ദനെക്കുറിച്ച് അപവാദം പറഞ്ഞത് സ്വന്തം അമ്മാവനാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ കാലമായി വല്ലാത്ത ശത്രുതയിലായിരുന്നല്ലോ. വർഷങ്ങൾക്ക് ശേഷം അടുത്ത് കണ്ടതല്ലേ. അമ്മാവന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി അമ്മാവൻ അടിസ്ഥാനമില്ലാതെ അപവാദങ്ങൾ വിളിച്ച് പറഞ്ഞതായിരിക്കും. അത് ഈ നാട്ടും പുറത്തുകാരുടെ ഒരു ശുദ്ധഗതിയുടെ ഭാഗമാ. അതിലൊന്നും ഒരു കാര്യമില്ല. വന്ദനെക്കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അയാൾക്ക് തന്നെ അറിയാം. പിന്നെന്താ, നിങ്ങളെ ഒന്ന് കൊച്ചാക്കണം. ആ ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ആ സത്യം നിങ്ങളെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് വന്ദനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് ആശ്വാസമായത്. ദേവി സർവഭൂതേഷു സ്നേഹരൂപേണ സംസ്ഥിതാ. യാ ദേവി സർവഭൂതേഷു സ്നേഹരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു. വന്ദനയുടെ കല്യാണം എത്രയും പെട്ടെന്ന് മംഗളമായി നടക്കാൻ വേണ്ടിയുള്ള പ്രധാന പൂജകൾ തുടങ്ങാൻ പോവുകയാണ്. ഒപ്പം ചരട് പൂജയും നടക്കും. പൂജ കഴിയുന്നതുവരെ വന്ദന ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രാർത്ഥനയോടെ ഇരിക്കണം. എല്ലാവരും കൂടി പോകണമെന്നില്ല. വന്ദനയോടൊപ്പം ഒരാൾ പോയാ മതി. ഞാനും കൂടി പോകാൻ തിരുമേനി. ആയിക്കോട്ടെ. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി ശുചിമുറിയുണ്ട്. കൈയും മുഖവും കഴുകി ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മതി. പൂജ കഴിഞ്ഞ് വന്ദനയെ വിളിക്കാൻ ആർക്ക് വേണമെങ്കിലും പോകാം. അതുവരെ നിങ്ങൾക്കൊക്കെ വിശ്രമിക്കാം. അല്ലെങ്കിൽ പൂജ കണ്ട് തൊഴുതു നിൽക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. മോളെ, മോളി ചെന്നോളൂ. മോളെ കർച്ചീഫ്. മോളെ, മഹാപണ്ഡിതനായ ഒരു ജ്യോത്സ്യനാ നിന്റെയും ജഗന്റെയും ജാതകങ്ങൾ പരിശോധിച്ചത്. എല്ലാ പൊരുത്തങ്ങളും ഒന്നിനൊന്ന് ഉത്തമ. മധ്യമം, അധമം എന്നീ പൊരുത്തങ്ങളേ ഇല്ല. ഇതുപോലെ പൊരുത്തങ്ങളുള്ള രണ്ട് ജാതകങ്ങൾ ഒത്തുവന്ന ചരിത്രമേ ഇല്ലെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ഇതേ അഭിപ്രായം തന്നെയാണ് ഇവിടത്തെ തിരുമേനിയും പറഞ്ഞത്. ഈ ബന്ധം നടന്നു കിട്ടിയ ഒച്ചടി കയറ്റമായിരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ വരുന്നില്ല. നിങ്ങൾ രണ്ടാൾക്കും. പിന്നെ തിരുമേനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതെന്താ? തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.
നേരത്തെ കണ്ടില്ലേ ഈ ഇടി അതുപോലത്തത്. മോളത് കാര്യമാക്കണ്ട. അതാണല്ലോ ജഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജഗനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആ ശരിയാണ്. ജാതകപ്രകാരം തുടക്കത്തിൽ ജഗൻ അങ്ങനെ പെരുമാറണമെന്നുള്ളതാണ് വിധി. കല്യാണ പെണ്ണ് വിചാരിച്ചാലേ പയ്യനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റൂ. അതാണ് ഇവിടത്തെ മഹാനായ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. മോള് ജഗന്റെ മനസ്സ് കീഴടക്കണം. അയ്യോ മോളെ പതിയെ അമ്പലം. എന്തിനാ മോളെ ഇങ്ങനെ ചിരിക്കുന്നേ? സിനിമയില് നായികയ്ക്ക് നായകനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നായകൻ ചില തന്ത്രങ്ങൾ ഇറക്കി നായികയുടെ മനസ്സ് കീഴടക്കും. അതേത് സിനിമ? അതുപോലെ ഈ നായകനെ വശത്താക്കാൻ ഈ നായിക ആരോടാ ഗുസ്തി പിടിക്കണ്ടേ? എന്റെ പൊന്നു മോളെ, നീ ഗുസ്തി പിടിക്കണമെന്നല്ല അങ്കിൾ ഉദ്ദേശിച്ച്. നയത്തിൽ ജഗനോട് പെരുമാറി അവന്റെ പ്രീതി പിടിച്ചു പറ്റണമെന്നാ അങ്കിള് പറഞ്ഞത്. മാറ്. അത്രയും മതി. സുമ പറഞ്ഞതുപോലെ മോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. എൻ്റെ ദേവി, എൻ്റെ തന്തപ്പണിയും ആ തലതെറിച്ച പെണ്ണും കൂടി എൻ്റെ ജീവിതം തുലയ്ക്കൂ. വന്ദനെ എനിക്ക് നഷ്ടപ്പെടുമോ ദേവി? അവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പൂജ കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ വന്ദനെ കണ്ടിരിക്കും. എനിക്ക് അവളോട് പ്രണയമാണെന്ന സത്യം തുറന്ന് ഞാൻ പറഞ്ഞിരിക്കും. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ദേവി, ജഗൻ, ജഗൻ, ജഗൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം നീലിമയ്ക്ക് വേണ്ടത്? പറയേ. ജഗനുമായിട്ടുള്ള ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. അത് തുറന്നു പറയാനാ വന്നെ. നമ്മൾ തമ്മിലുള്ള ബന്ധം നടന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ചിലപ്പോ വെച്ചിട്ട് കയറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫ് തകർന്നു പോകും. അതെ, തുറന്നിങ്ങ് പറയാലോ. ജഗന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിവെച്ച എന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ ഒരാളല്ല ജഗൻ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഈ ബന്ധം എനിക്കും ഇഷ്ടമല്ല. നമ്മുടെ ബന്ധം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഈ ബന്ധം എങ്ങനെയും മുടക്കി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നേ. മുടക്കിത്തരാം. അക്കാര്യത്തില് നമുക്കൊരു ധാരണയിലെത്താം. പരസ്പരം ഒന്നിക്കാനല്ല, അടിച്ചു പിരിയാൻ. താങ്ക് യു സോ മച്ച്. ഓക്കേ, കൊടുകൈ. അങ്ങനെ ആ തലവേദന നീലിമയായിട്ട് തന്നെ ഒഴിച്ചു തന്നു. ഇനി വന്ദനെ കാണണം. എന്റെ പ്രണയം തുറന്നു പറയണം. അവൾ എന്റേത് മാത്രമാണെന്ന് ഉറപ്പുവരുത്തണം. ഈ പൂജ കൂടി കഴിയുമ്പോ ചേച്ചിയുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം മാറും. കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും വളരെ നല്ലൊരു മനുഷ്യനാ ഗൗതമേട്ടൻ. അമ്മയും നല്ല സംസ്കാരവും തിരിച്ചറിവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണെന്ന് ആ അമ്മയുടെ സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം. ആ വീട്ടിൽ ചേച്ചിയും ദീമോളും സുരക്ഷിതരായിരിക്കും. അതെ,
തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിനുങ്ങിനെ കാണുമ്പോഴും പേടിയാണെന്ന് അച്ഛമ്മ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആദ്യം കല്യാണം ഉറപ്പിച്ച രാജീവ് മേനോൻ സാറും നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ വിധി. അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങിപ്പോന്ന് പേടിയാണോ ചേച്ചിക്ക്? പേടിയും ഭയമൊന്നുമില്ല. ഈ കല്യാണം മുടങ്ങിപ്പോയാലും എനിക്ക് സങ്കടമില്ല. അച്ഛനും അമ്മയ്ക്കും എത്രയും പെട്ടെന്ന് എന്റെയും ദീമോളിലും ഭാരം ഒഴിച്ചു കൊടുക്കാം. ആ തീരുമാനം ഈ കല്യാണത്തിൽ സമ്മതിക്കാൻ തന്നെ കാരണം. അല്ലാതെ വിവാഹ ജീവിതം കൊതിച്ചിട്ടൊന്നുമല്ല. എന്താ ചേച്ചി ഇത്? അതും ഈ സമയത്ത് ഈ അമ്പലത്തിൽ വെച്ചിങ്ങനെ? ചേച്ചി, ഗൗതമേട്ടനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹം അവർക്കാ. ജഗന്നേട്ടന്റെ കല്യാണകാര്യത്തിന്റെ ആവശ്യത്തിന് ഹരിതയെടുത്തയുടെ കുടുംബം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്കുണ്ടാവും. ചേച്ചി പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പോയി അവിടെ പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ശരിയായി നോക്കിയിട്ട് വരാം. ചെല്ലുന്നു. ചേച്ചി, കർച്ചീഫ് അവിടെ വെച്ചേക്ക്. ഞാനിവിടെ ഈ ബോക്സിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടേ. നിൽക്കുന്നു. നമ്മള് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്കാ. നീ വരുന്നില്ലേ? വരാച്ച. അല്ല, ചന്ദ്രികാമ്മയുടെ കുടുംബ പൂജ കൂടി കഴിഞ്ഞിട്ട് വരാം. ശരി അച്ഛാ. നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ കൈകൊണ്ട് തന്നെ നീലിമയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കും. കേട്ടും കേട്ടും. രാഷ്ട്രം അവളുടെ ഒരു സ്വയംവര പൂജ. ഇനി വന്ദൻ എങ്ങനെ സ്വയം വരിക്കുന്നത് എനിക്കൊന്ന് കാണണം. കർച്ചീഫ് കാണുന്നില്ലല്ലോ.
അങ്ങനെ സംഭവം വർക്കൗട്ട്. എൻ്റെ മനസ്സ് പോലെ തന്നെ നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനായിട്ട് ഈ കല്യാണം മുടക്കണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഈ കല്യാണം നടത്തിയേ തീരുമെന്നുള്ള ഒറ്റ വാശിയില്ല. അവളെ കെട്ടാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് പറയുന്നവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള അച്ഛൻ്റെ അമ്മയുടെയും തന്ത്രപ്പാട് കണ്ടില്ലേ? ഭഗവതി, ഈ കല്യാണം മുടക്കാൻ ഒരു മാർഗം കണ്ടെത്തി തരണേ. ആരോ തളർന്നു വീണ് കിടക്കാണല്ലോ. വന്ദന, 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 എന്തു പറ്റി? ഭാഗ്യം, ജീവനാപത്തൊന്നുമില്ല. ചന്ദ്രയാമ്മയെ വിളിച്ച് കാര്യം പറയാം. ഇതെന്ത് പരീക്ഷണമായിരുന്നു ദേവി?
എന്നും എന്റേത് മാത്രമായിരിക്കാൻ ദേവി കാട്ടിത്തന്ന മാർഗമാണ് ഈ താലി. അമ്മേ ഭഗവതി.